മഞ്ചേശ്വരത്തെ ഒരു വിഷയം ഈ പൗരത്വം ചോദ്യം ചെയ്തുകൊണ്ടൊരു ബൂത്തിലെ ഒരാളുടെ വോട്ട് തള്ളാൻ കൊടുത്തത് വലിയ വിവാദം ആരോപണവുമായി. അല്ല, അതിൽ വസ്തുതകൾക്ക് യാതൊരു പിൻബലമില്ല. ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മുടെ ജില്ലാ കലക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും കുറച്ച് ഡിലിഷൻ അപ്ലിക്കേഷൻ നൽകിയിട്ടുള്ള മണ്ഡലം മഞ്ചേശ്വരമാണ്. എന്തിനാണ് നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? 124 ഡിലിഷൻ അപ്ലിക്കേഷൻസ് മാത്രമാണ് 2.5 ലക്ഷം വോട്ടുള്ള ഈ മഞ്ചേശ്വരത്ത് പൊളിറ്റിക്കൽ പാർട്ടികൾ നൽകിയിട്ടുള്ളത്. അതിൽ 92 നൽകിയിട്ടുള്ളത് UDF ആണ്. ആലോചിക്കണം നിങ്ങൾ. ബാക്കി മണ്ഡലങ്ങളിൽ നിങ്ങൾ കലക്ടറോട് ചോദിക്കും. കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് 5000ഉം 6000ഉം അടക്കം ഡിലിഷൻ അപ്ലിക്കേഷൻ നൽകിയപ്പോൾ മഞ്ചേശ്വരത്ത് വെറും 124 ഡിലിഷൻ അപ്ലിക്കേഷൻ മാത്രമാണ് നൽകിയിട്ടുള്ളത്, പൊളിറ്റിക്കൽ പാർട്ടികൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ തെരഞ്ഞു പിടിച്ച ആരുടെയെങ്കിലും വോട്ട് കളയാനായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട സ്ഥലം ഇതാണ്. പക്ഷേ ഒരു കാര്യം MLA പറഞ്ഞതോടുകൂടി ഞങ്ങളെ ശ്രദ്ധയിൽ വന്നു. ഇപ്പോൾ അന്തിമ വോട്ടർ പട്ടിക വന്നതിന് ശേഷം MLA ഉന്നയിച്ച ആവശ്യം ഞങ്ങൾ തന്നെ ഉന്നയിക്കുകയാണ്. വ്യാപകമായ കൃത്രിമം വോട്ടർ പട്ടികയിൽ നടന്നിട്ടുണ്ട്. മഞ്ചേശ്വരത്തും കാസർകോട്ടും പ്രത്യേകിച്ച് ബോർഡർ പഞ്ചായത്തുകളിൽ വലിയ തോതിൽ കള്ളവോട്ടുകൾ ചേർത്തിട്ടുണ്ട്. അതിന് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ ചില BLOമാരുടെയും സഹായം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളത് പൂർണ്ണമായിട്ട് പരിശോധിച്ച് വരികയാണ്. ആവശ്യമായ എല്ലാ നടപടികളും, അത്തരം കള്ളവോട്ടുകളെ അതിൽ ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. എന്തായാലും മഞ്ചേശ്വരം MLA ഈ ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ചിരുന്ന് പരിശോധിക്കാം ഈ മണ്ഡലത്തിൽ ആരൊക്കെയാണ് മണ്ഡലത്തിൽ നിന്ന് പുറത്ത് വോട്ടർമാരായിട്ടുള്ളത്. അതിന് അവർ തയ്യാറുണ്ടോ എന്ന് ഞാൻ വിനയപൂർവ്വം അവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിലെ ബൂത്തുകളിൽ ശരിയായ വോട്ടർമാരല്ലാത്തവരെ കണ്ടുപിടിക്കാൻ യോജിച്ച ഒരു നീക്കത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? നമുക്ക് ഒരുമിച്ചിരുന്ന് വോട്ടർ പട്ടിക പരിശോധിക്കാം. ഇവരെ ആരാണ്, ഇവരെവിടുത്തുകാരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായൊരു പരിശോധന നടത്താൻ മുസ്ലിം ലീഗ് തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കാൻ തയ്യാറാണ്. ഏത് സ്ഥലത്ത് UDFകാർ പറഞ്ഞാലും ഓരോ ബൂത്തും എടുത്ത് വോട്ടർ പട്ടിക പരിശോധിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു തരത്തിലും BJP ഈ SIRൻ്റെ കാലത്ത് അത്തരത്തിലുള്ള ഒരു നടപടിക്കും പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അത് പറഞ്ഞതിന് ശേഷം, പുതിയ വോട്ടർ പട്ടിക വന്നതിന് ശേഷം ഞങ്ങൾ വിശദമായിട്ട് അത് പരിശോധിച്ചു വരികയാണ്. ഇപ്പോൾ തന്നെ ധാരാളം വിവരങ്ങൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. മറ്റൊരു വിഷയം, അതായത് ആരോഗ്യമന്ത്രിക്കെതിരെ ഇന്നലെ കണ്ണൂരിൽ KSUവിൻ്റെ പ്രതിഷേധമുണ്ടായി. അതിനിടെ മന്ത്രിക്ക് കയ്യേറ്റം നേരിടേണ്ടി വന്നു എന്നതാണ് പരാതി. അതിനെ സംബന്ധിച്ച് കണ്ണൂരിലും കേരളത്തിലാകെ ഒരു കലുഷിതമായ സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. എന്താണ് BJP അതിൽ മനസ്സിലാക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് അടിസ്ഥാനപരമായ പല കാര്യങ്ങളിലും ഒരേ നിലപാടുള്ള രണ്ട് മുന്നണികൾ, LDFും UDFും, ഈ തെരഞ്ഞെടുപ്പായതുകൊണ്ട് അവരൊരു വ്യാജ ഏറ്റുമുട്ടൽ നടത്തുകയാണ്. ഒരു ഷേഡോ ഫൈറ്റാണ് ഇവിടെ നടക്കുന്നത്. ശബരിമല പോലുള്ള നിർണായകമായ വിഷയങ്ങളിൽ കൈ പൊള്ളിയിരിക്കുകയാണ് രണ്ട് മുന്നണികൾക്കും. അപ്പോൾ കിട്ടിയ ഏതെങ്കിലും ഒരു വടി വെച്ച് പരസ്പരം അടിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. LDFും UDFും തമ്മിൽ നടക്കുന്നത് ഒരു വ്യാജ ഏറ്റുമുട്ടൽ മാത്രമാണ്. കേരളത്തിൽ പല കാര്യങ്ങളിലും LDFനും UDFനും ഒരേ നിലപാട്. മഞ്ചേശ്വരത്ത് കാണുന്ന ഒരു സാധ്യത എന്താണ് ഇത്തവണ കഴിഞ്ഞ കാലങ്ങളിൽ അപേക്ഷിച്ച്? താങ്കൾ 2 തവണ മത്സരിച്ചല്ലോ, നിങ്ങൾക്കറിയാമല്ലോ സാധ്യത എന്താണെന്ന്. ഞങ്ങൾ തോറ്റത് എങ്ങനെയാണെന്നും എത്ര വോട്ടിനാണ് തോറ്റതെന്നും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. അതുകൊണ്ട് സാധ്യതയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ജനങ്ങൾ പറയട്ടെ. കഴിഞ്ഞ 2 തവണ മഞ്ചേശ്വരത്തും കാസർഗോഡും ഞങ്ങളെ തോൽപ്പിച്ചത് കൊണ്ടുണ്ടായ നഷ്ടം BJPക്കാണോ അതല്ല കാസർഗോഡൻ ജനതയ്ക്കാണോ എന്നുള്ള കാര്യം ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് വോട്ടർമാർ ശരിയായി മനസ്സിലാക്കി പ്രതികരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ബാക്കി കാര്യങ്ങളിൽ ഞങ്ങൾ ജനവിധി അവർക്ക് വിടുകയാണ്, ജനങ്ങൾക്ക് വിടുകയാണ്. ഞാൻ അങ്ങനെ പറയുന്നില്ല. കയ്യേറ്റം ഏൽക്കാനുള്ള സാധ്യത ഉണ്ടാവാം. ഞാൻ കയ്യേറ്റം ഏറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ ആരോഗ്യ മന്ത്രിയാണ്. അവർക്ക് വിശദമായിട്ട് ആരോഗ്യ പരിശോധന നടത്തിയിട്ട് എന്താണ് അവർക്ക് പറ്റിയിട്ടുള്ളതെന്ന് ജനങ്ങളോട് അവർ പറയണം. കോൺഗ്രസ് അത് തെറ്റാണെങ്കിൽ, സംഭവിച്ചത് തെറ്റാണെന്ന് കോൺഗ്രസ് പറയാൻ തയ്യാറാണ്. അല്ലാതെ ഇതിൽ BJPക്ക് ഒരു കാര്യവുമില്ല. കാരണം 5 KSUക്കാർ പോയിട്ട് ആർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ അതിൽ. അപ്പോൾ അത് ശരിയാണോ എന്നുള്ളത് UDFും, അങ്ങനെ അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ശാസ്ത്രീയമായി ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വം LDFിനുണ്ട്. കാരണം ആരോഗ്യമന്ത്രിയാണ്. ബാക്കിയുള്ള 3-4.5 കോടി ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ആളാണ്. അപ്പോൾ അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ
അവരെന്താണ് പരിക്ക് പറ്റിയത്, എന്താണ് എവിടെയാണ് ശരീരത്തിൽ ക്ഷതമേറ്റത്, അതൊക്കെ ഇപ്പോൾ കണ്ടുപിടിക്കാമല്ലോ. സ്കാനിങ് ഉണ്ട്, പല പല ശാസ്ത്രീയ പരിശോധന. അത് കഴിഞ്ഞിട്ട് ജനങ്ങളോട് പറയട്ടെ, മെഡിക്കൽ ബുള്ളറ്റിൻ അവർ പറയട്ടെ, നല്ല ഡോക്ടർമാർ. സമരം ഡ്രാമയാണെന്നാണ്. സമരം ഡ്രാമയല്ല, അത് എന്ത് കാര്യത്തിലാണ് ഇവർ സമരം ചെയ്യുന്നത്? അല്ല, അതൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ആരോഗ്യ മേഖലയിലേക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടാകുന്ന പലതരത്തിലുള്ള പരാതികൾ, ആരോപണമുണ്ടല്ലോ. അതിലാണല്ലോ ഇപ്പോൾ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളൊക്കെ സമരം ചെയ്യുന്നത്. അപ്പൊ അതൊരു ഡ്രാമയാണെന്ന് BJP അല്ലല്ല, സർക്കാരിനെതിരെയുള്ള ഏത് സമരത്തിലാണ്, ഈ ആരോഗ്യ മേഖല മാത്രമല്ലല്ലോ സമരമുള്ളത്, എല്ലാ മേഖലയിലും പ്രശ്നങ്ങളുണ്ട്. സർക്കാരിനെതിരെയുള്ള ഏത് സമരത്തിലാണ് VD സതീശൻ ശരിയായ നിലപാടെടുത്തിട്ടുള്ളത്? VD സതീശൻ എന്ന് പറയുന്നത് പിണറായി വിജയൻ സർക്കാരിലെ ഒരു ക്യാബിനറ്റ് മന്ത്രി പ്രവർത്തിക്കുന്നത് പോലെയാണ് 4.25 കൊല്ലവും പ്രവർത്തിച്ചത്. അത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പായപ്പോൾ 2 മാസമായിട്ട് VD സതീശൻ വളരെ ഉഷാറായി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രമുള്ള മണ്ടന്മാരാണ് കേരളത്തിലെ ജനങ്ങളെന്ന് ഞാൻ വിചാരിക്കുന്നത്.